അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും മാറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മനുഷ്യൻ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും അല്പം താമസിച്ചാലും ഉത്തരം കൊടുക്കുന്നവനാണ് യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു. യിരെമ്യാ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ യിരെമ്യാവ് ദൈവത്തോട് സംസാരിക്കുകയാണ്. യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും. എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിക്കുവാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയന്മാരായിരിക്കുന്നതെന്ത്? ദൈവത്തോട് യിരെമ്യാവ് ചോദിച്ച ചോദ്യമാണ് നാം കേട്ടത്. ഇന്ന് അനേകം ദൈവമക്കൾക്കും ഇതേ ചോദ്യം ദൈവത്തോട് ചോദിക്കുവാനുണ്ടാകുമെന്നതിന് സംശയമില്ല. 73-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ആസാഫ് എന്ന ദൈവഭക്തൻ പറയുകയാണ്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി എന്ന്. 73-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ആസാഫ് വീണ്ടും തനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നുവാനുണ്ടായ കാരണം വിശദീകരിക്കുകയാണ്. അഹങ്കാരികൾക്ക്, ദൈവത്തെ ഭയമില്ലാതെ പാപം ചെയ്ത് ജീവിക്കുന്നവർക്ക് തന്നെ വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ജീവിതത്തിൽ അല്പം പോലും കഷ്ടതയോ പ്രയാസമോ ഉണ്ടാകുന്നില്ല. തന്നെയുമല്ല, അവർ തടിച്ച് ഉരുണ്ടിരിക്കുന്നു. അവർ രോഗികളാകുന്നില്ല. അവർക്ക് കടഭാരമില്ല. അവർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ മിടുക്കന്മാരായിട്ടും ദൈവം അവർക്കെതിരെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെ പോകുന്നു ആസാഫിൻ്റെ ചിന്തകൾ. യിരെമ്യാവിൻ്റെ ചോദ്യത്തിനുള്ള സൃഷ്ടാവിൻ്റെ മറുപടി ഏതാനും അധ്യായങ്ങൾക്ക് ശേഷം ദൈവം യിരെമ്യാവിന് കൊടുത്തു. ആ മറുപടിയാണ് യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രാരംഭമായി നാം കേട്ടത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ആസാഫിൻ്റെ ദൈവം 73-ാം സങ്കീർത്തനത്തിൽ തന്നെ മറുപടി കൊടുത്തിരുന്നു. പാപം ചെയ്ത് ജീവിക്കുകയും ദൈവത്തെ ധിക്കരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ വഴുവഴുപ്പിലാണ് നിൽക്കുന്നതെന്ന് ദൈവം ആസാഫിനെ വെളിപ്പെടുത്തി കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ദൈവത്തോട് അനുസരണഭാവം ഉള്ളവരായി ജീവിച്ചാൽ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ വളരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അത് കാറ്റ് പിടിക്കുമ്പോൾ തകർന്നു പോകും. നാം തകർന്നു പോകുവാൻ കർത്താവ് ഒരിക്കലും ഇടവരുത്തുകയില്ല. എന്നാൽ ദൈവം നമ്മെ കാറ്റ് പിടിക്കാത്തതും ഭൂഗർഭജലത്തിൽ നിന്നും വെള്ളം സ്വീകരിക്കുവാൻ തക്കവണ്ണം ആഴേക്ക് വേര് ഇറക്കുവാൻ കഴിയുന്നതുമായ പന പോലെ മാത്രമേ വളർത്തുകയുള്ളൂ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് നാം മുൻപ് കേട്ടുവല്ലോ. ഇതിൽ യഹോവയെ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ശ്രദ്ധിച്ചു. ഇതിനെക്കുറിച്ച് അല്പമായി പഠിക്കുവാൻ നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഭാഗ്യവാന്മാർ എന്നാണ് യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുക എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന അവസ്ഥയിൽ നാം എത്തിപ്പെടണമെങ്കിൽ 1-ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. ന്യായപ്രമാണത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയണമെങ്കിൽ നമുക്ക് ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടായിരിക്കണം. എത്ര നല്ല ഭക്ഷണമാണെങ്കിലും നമുക്ക് വയറിന് അസുഖമുണ്ടെങ്കിൽ കഴിക്കുവാൻ കഴിയാത്തതുപോലെ നമ്മുടെ ആത്മാവിൽ കപടതയും വിദ്വേഷവും പകയും പിണക്കവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ തോന്നുകയില്ല. അഥവാ നിർബന്ധപൂർവം നാം വായിച്ചാൽ നമ്മിൽ പാപമുണ്ടെങ്കിൽ വായിക്കുന്നത് നമുക്ക് മനസ്സിലാകാതെ വന്നേക്കാം. ബൈബിൾ നമുക്ക് വായിക്കുവാൻ തോന്നുന്നതിനും വായിച്ചാൽ മനസ്സിലാകുന്നതിനും ബൈബിൾ എഴുതുവാൻ 40-ലധികം എഴുത്തുകാർക്ക് പ്രചോദനം കൊടുക്കുകയും അവരെക്കൊണ്ട് പറഞ്ഞു കൊടുത്ത് എഴുതിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ.
നമ്മുടെ പാപങ്ങളെ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നാം ആഗ്രഹിച്ചാൽ ബൈബിൾ വായിക്കാതെ ഇരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണമെങ്കിൽ നാം പാപത്തിൽ രസിക്കുന്നവരാകാതെ ജീവിക്കണം. പാപത്തിൽ രസിക്കുന്ന വ്യക്തികളിൽ നടക്കുന്ന വേദനാജനകമായ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയാൽ വീണ്ടും പാപത്തിൽ നിന്നും ലഭിക്കുന്ന സുഖം നാം അന്വേഷിക്കുകയില്ല. പാപത്തിൽ രസിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്പസമയത്തെ സുഖ അനുഭവത്തിനു വേണ്ടി തീരാ ദുഃഖവും മരണത്തിന് ശേഷം നിത്യനരകവും ലഭിക്കുന്നു എങ്കിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിതകാലം മുഴുവൻ ദൈവത്തോടു കൂടെ ജീവിച്ചാൽ നിശ്ചയമായും സമാധാനവും സന്തോഷവും ജീവിക്കുവാൻ ആവശ്യമായ ഭൗതിക നന്മകളും കർത്താവ് നമുക്ക് തരും എന്നത് അവൻ്റെ വാഗ്ദത്തമാണ്. തന്നെയുമല്ല, മരണത്തിന് ശേഷം നിത്യജീവനും കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. മരണത്തിന് ശേഷം എല്ലാം തീർന്നു എന്ന് വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്ക് പ്രത്യാശാ കിരണമായിരുന്നു യേശുവിൻ്റെ 3-ാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പ്. അതുകൊണ്ട് തന്നെ ദൈവവചനം അനുസരിക്കുന്ന വ്യക്തികൾക്ക് മരണഭയം ഉണ്ടാവുകയില്ല. ദൈവഭയമുള്ളവർക്ക് മരണഭയത്തിൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെയും തലമുറകളെക്കുറിച്ചുള്ള ഭയത്തിൻ്റെയും ആവശ്യമില്ല. അവരുടെ ആശ്രയം ദൈവവചനത്തിലും ദൈവത്തിലും ആണെന്നുള്ളതാണ് അതിന് കാരണം. ദൈവത്തിൽ ആശ്രയിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണോ ദൈവവചനത്തിൽ കൂടി ദൈവം നമ്മോട് കൽപ്പിക്കുന്നത് ചോദ്യം ചെയ്യാതെ അത് അനുസരിക്കുക എന്നാണ്. നാം വചനം അനുസരിക്കുവാൻ തുടങ്ങുമ്പോൾ നാം അനുസരിക്കുന്ന ദൈവവചനം ദൈവം നമ്മുടെ ഹൃദയഭിത്തിയിൽ എഴുതുവാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്തെന്നില്ലാതെ വർദ്ധിക്കുന്നു. അതിനോടൊപ്പം തന്നെ ദൈവം ഇഷ്ടപ്പെടാത്ത സകല കാര്യങ്ങളും സകല പാപ സ്വഭാവവും നമുക്ക് വെറുപ്പായി തീരുകയും നാം ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കുകയും ദൈവത്തോടു കൂടെ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ തുടർന്നാൽ നാം ക്രിസ്തു തലയോളം വളരുവാൻ തുടങ്ങുന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും ദൈവവചനത്തെ സ്വന്തം ലൈഫ് സ്റ്റൈലാക്കി ജീവിത രീതിയാക്കി ഗൈഡ് ലൈനാക്കി ഉപയോഗിച്ച് ദൈവത്തോടൊപ്പം നടക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കമോ മറ്റെന്തെല്ലാം പ്രതികൂലങ്ങളോ വന്നാലും അവർ ഇയ്യോബിനെ പോലെ പറയും, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന്. തൻ്റെ 10 മക്കളും മരിച്ച് 10 ശവപ്പെട്ടിയിലാക്കി തൻ്റെ മുൻപിൽ കിടക്കുമ്പോഴാണ് അവൻ അത് പറഞ്ഞതെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. അത് ഇയ്യോബിൻ്റെ ഉഷ്ണവും വരൾച്ചയുമുള്ള കാലമായിരുന്നു. അത് കഷ്ടതയുടെയും വേദനയുടെയും നാളുകളായിരുന്നു. അത് വരൾച്ച വന്നാലും ദൈവത്തിൽ ആശ്രയം വെച്ചവൻ്റെ മുഖം വാടുകയില്ല. തന്നെയുമല്ല, അവൻ്റെ ജീവിതത്തിൽ എത്ര കഷ്ടം വന്നാലും അവനിൽ ആത്മാവിൻ്റെ ഫലം കാണുവാൻ കഴിയും. ഒറിജിനൽ വജ്രക്കല്ലും ഡ്യൂപ്ലിക്കേറ്റ് വജ്രക്കല്ലുമുണ്ട്. തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം രണ്ടും വെട്ടിത്തിളങ്ങും. എന്നാൽ തിരിച്ചറിയുന്നതിന് ഒരു മാർഗം രണ്ടും വെള്ളത്തിൽ ഇടുക എന്നത് മാത്രമാണ്. യഥാർത്ഥ വജ്രക്കല്ല് വെള്ളത്തിൽ വെട്ടിത്തിളങ്ങും, എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് വജ്രക്കല്ലിൻ്റെ ശോഭ വെള്ളത്തിൽ മങ്ങിപ്പോകുന്നു. വചനം അനുസരിച്ച് സൃഷ്ടാവിനോടൊപ്പം നടക്കുന്ന വ്യക്തികളെ പ്രതിസന്ധികളാകുന്ന വെള്ളത്തിൽ ചിലപ്പോഴെങ്കിലും ദൈവം ഇടാറുണ്ട്. അത് അവരെ കൂടുതൽ തിളക്കമുള്ളവരാക്കുവാനും അരുതാത്ത പാതയിൽ പോകാതെ ദൈവത്തോട് കൂടുതൽ അനുസരണമുള്ളവരായി ജീവിക്കുവാനും വേണ്ടിയാണ് എന്ന് നാം ഓർക്കണം. യിരെമ്യാവ് നിലവിളിച്ചിട്ടുണ്ട്, ഉപദ്രവമേറ്റിട്ടുണ്ട്, അവനെ പട്ടിണിക്കിട്ടിട്ടുണ്ട്, ചെളിക്കുഴിയിൽ ഇട്ടിട്ടുണ്ട്. അനേക ദിവസം അവൻ കരഞ്ഞിട്ടുണ്ട്. ദൈവത്തോട് അവൻ ചോദിച്ച ഒരു ചോദ്യം നാം മുമ്പേ കേട്ടുവല്ലോ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്ന കാര്യത്തിൽ യിരെമ്യാവ് ഉദാസീനത കാണിച്ചില്ല. ദൈവം എന്തോ പറഞ്ഞുവോ ചോദ്യം ചെയ്യാതെ അവൻ അനുസരിച്ചു. എല്ലാ സമയത്തും അവൻ ദൈവത്തോട് കൂടെ നടന്നു. അവന് കോടികൾ സമ്പാദിക്കുവാൻ കഴിഞ്ഞില്ല. സമ്പത്തിൻ്റെ പിന്നാലെ അവൻ പോയിരുന്നില്ല. രാജാക്കന്മാരുമായി അവൻ അടുത്ത പരിചയമുണ്ട്. അവൻ്റെ പ്രവചന ശൈലി അവനൊന്നും മാറ്റിയിരുന്നെങ്കിൽ കോടികൾ അവന് സമ്പാദിക്കാമായിരുന്നു. യഹൂദ രാജാവിൻ്റെ കുടുംബ സുഹൃത്തും യഹൂദ പ്രമാണിമാരുടെ ചങ്ങാതിയുമായി അവന് ജീവിക്കാമായിരുന്നു. അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവൻ്റെ ഹൃദയപ്രകാരമുള്ള വലിയ വീട് രാജാവ് അവനെ പണിത് കൊടുക്കുമായിരുന്നു. യഹൂദ രാജാവിനോടും ജനത്തോടും പറയുവാൻ ദൈവം കൽപ്പിച്ചത് പറയാതെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പ്രസാദിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. എന്നാൽ യിരെമ്യാവിന് അങ്ങനെ ലഭിക്കുന്ന നന്മകളുടെ ആയുസ് കൃത്യമായി അറിയാമായിരുന്നു. ഒരു പുരുഷായുസായ 40 വർഷം പോലും യിരെമ്യാവിന് അങ്ങനെ ലഭിക്കുന്ന സമ്പത്ത് ഉപകരിക്കുവാൻ
ഉപയോഗിക്കുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ യഹോവയിൽ ആശ്രയിച്ചു. യഹോവ തന്നെയായിരുന്നു അവൻ്റെ ആശ്രയം. വാക്കും ഭാഷണവുമില്ലാതെ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ യഹോവ യിരെമ്യാവിനോട് പറഞ്ഞു, യിരെമ്യാവേ, ഞാൻ നിൻ്റെ ഓഹരിയും നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന്. ആ യഹോവ പുതിയ നിയമത്തിൽ യേശു എന്ന പേരിൽ മനുഷ്യരൂപം എടുത്ത് നമ്മുടെ പാപം മൂലം നമ്മിൽ വന്ന ശാപവും തൻ്റെ സ്വന്തം ശിരസിൽ വഹിച്ച് കാൽവരി ക്രൂശിൽ കയറി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരകയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. അവൻ നമ്മുടെ ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാം നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നിശ്ചയമായും അവൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. ലോകം തരാത്ത സമാധാനവും സന്തോഷവും പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ശക്തനാണ്. നമുക്ക് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമുക്ക് ഉപേക്ഷിച്ച് ദൈവവചനം അനുസരിച്ച് ദൈവത്തോടൊപ്പം നടക്കാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജ്യോതിഷികളെ പോലെ തിളങ്ങുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ദുഃഖത്തിലായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.